വെൽക്കം ടു ചീഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺകോഡ് ആണ്. PSC, SSC പോലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ഗ്രാമർ പോർഷൻ ആണ് ഈ കോൺകോഡ് എന്ന് പറഞ്ഞാൽ. ഈ കോൺകോഡ് എന്താണെന്നും അതിലുള്ള റൂൾസും അതിലുള്ള എക്സെപ്ഷൻസും എന്താണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കോൺകോഡ് എന്താണെന്ന് നോക്കാം. കോൺകോഡ് റെഫേഴ്സ് ടു ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് വെർബ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റിനാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സെന്റൻസ് ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗൺ ആവാം അല്ലെങ്കിൽ പ്രൊനൗൺ ആവാം. ഇനി വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെന്റൻസിലെ ആക്ഷൻ വേർഡിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ ആ സെന്റൻസിലെ സബ്ജക്റ്റും വേർബും തമ്മിൽ എന്തായിരിക്കണം, ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബും ആയിരിക്കും. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾസ് നോക്കാം. ഹി ലൈക്സ് മ്യൂസിക്, ഷീ സിങ്സ് വെൽ, ദീസ് ബുക്സ് ആർ ഗുഡ്, കൗസ് ഗിവ് മിൽക്ക്. ഇവിടെ എല്ലാം എന്താണ് പ്രത്യേകത? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോൾ വേർബ് സിംഗുലർ ആയി, സബ്ജക്റ്റ് പ്ലൂറൽ ആയപ്പോൾ വെർബും പ്ലൂറൽ ആയി. ഹി ലൈക്സ് മ്യൂസിക്, അവിടെ ഹി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേർബിന്റെ സിംഗുലർ ഫോം തന്നെ വന്നു ലൈക്സ്. ഈ വേർബിന്റെ പ്ലൂറൽ ഫോം ആയിരുന്നെങ്കിലോ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിലോ അവിടെ എന്താ വന്നേനെ, ലൈക്ക് വന്നേനെ. വേർബ് പൊതുവെ പ്ലൂറൽ ആണെങ്കിൽ എസ് കാണില്ല, സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് കാണും, V1 ഫോമിന്റെ കൂടെ എസ് കാണും. ഷീ സിങ്സ് വെൽ, അവിടെയും സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് എന്തായി, സിംഗുലർ ആയി. ദീസ് ബുക്സ് ആർ ഗുഡ്, ഇവിടെ എന്താണ്, ഇവിടെ സബ്ജക്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേർബ് എന്തായി, ആർ, സിംഗുലർ അല്ല പ്ലൂറൽ ആയി. സിംഗുലർ ആണെങ്കിൽ അവിടെ ഈസ് ഫോം ചെയ്യും. കൗസ് ഗിവ് മിൽക്ക്, ഇവിടെ എന്താണ്, പ്ലൂറൽ ഫോം ആയതുകൊണ്ട് വേർബിന്റെ പ്ലൂറൽ ഫോം വന്നു. നമുക്ക് ഓരോ റൂൾ ബൈ റൂൾ നോക്കാം. ഫസ്റ്റ് റൂള് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. ദ ബേർഡ് സിങ്സ് ഇൻ ദ മോർണിംഗ്, ഇവിടെ എന്താണ്, ദ ബേർഡ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ബേർഡേ ഉള്ളൂ. അപ്പൊ ബേർഡ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് എന്ത് വന്നു, സിംഗുലർ വന്നു. ദ ബേർഡ് സിങ്സ് ഇൻ ദ മോർണിംഗ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഷീ സ്മൈൽസ് ബ്രൈറ്റ്ലി വെൻ ഷീ സീസ് ഹെർ ഫ്രണ്ട്. ഷീ സ്മൈൽസ് ബ്രൈറ്റ്ലി വെൻ ഷീ സീസ് ഹെർ ഫ്രണ്ട്. ഇവിടെ ഷീ ഒരൊറ്റ ഒരാളെ ഉള്ളൂ അല്ലെ, അവൾ എന്ത് ചെയ്യുന്നു, അവളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നന്നായി ചിരിക്കുന്നു. അപ്പൊ ഷീ സ്മൈൽസ് ബ്രൈറ്റ്ലി വെൻ ഷീ സീസ് ഹെർ ഫ്രണ്ട്സ്, ഇവിടുത്തെ വേർബ് ഏതാണ്, സ്മൈൽസ് ആണ് അല്ലെ. ഇവിടെ എന്തുകൊണ്ട് സ്മൈൽസ് വന്നു, വേർബ് സിംഗുലർ ആണ്, കാരണം ഷീ ഒരൊറ്റ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ സ്മൈൽസ് വേർബിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള സ്മൈൽസ് വന്നു. ദ ഡോഗ് ബാർക്സ് ലൗഡ്ലി അറ്റ് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ പട്ടി എന്ത് ചെയ്യുന്നു, കുരയ്ക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഒറ്റ പട്ടിയുടെ കാര്യമാണ് പറയുന്നത് അല്ലെ, ഒരൊറ്റ ഡോഗിന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ വേർബിന്റെ എന്താണ്, സിംഗുലർ ഫോം ആയിട്ടുള്ള ബാർക്സ് വന്നു. ഇനി ഡോഗ്സ് ആയിരുന്നെങ്കിലോ അവിടെ ബാർക്ക് വന്നേനെ. ഡോഗ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ എന്ത് വന്നേനെ, വെർബിന്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള ബാർക്ക് വന്നേനെ. ഹി റൺസ് എവറി ഡേ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് എന്താണ്, വെർബ് സിംഗുലർ ആയി. ദ ട്രീ ഗ്രോസ് ടോൾ ആൻഡ് സ്ട്രോങ് ഇൻ ദ പാർക്ക്, ഇവിടെ എന്താണ്, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ ആയി, ഗ്രോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ നോക്കാം. നെക്സ്റ്റ് റൂൾ അതാണ് നേരത്തെ പറഞ്ഞതിന്റെ വൈസ് വേഴ്സയാണ് നോക്കുന്നത്. ഇഫ് ദ സബ്ജക്ട് ഈസ് പ്ലൂറൽ വെർബ് ഓൾസോ ഷുഡ് ബി പ്ലൂറൽ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. The birds sing in the morning. നേരത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്, the bird sings in the morning. അവിടെ ഒരു ഒറ്റ ബേർഡിന് പറഞ്ഞതുകൊണ്ട് വേർബ് എന്തായി, സിംഗുലർ ഫോം ആയിട്ടുള്ള സിങ്സ് വന്നു. ഇവിടെ നമ്മൾ the birds, ഒന്നിലധികം ബേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വേർബ് പ്ലൂറൽ ആവും. അവിടെ എന്ത് വന്നു, സിങ് വന്നു. The birds sing in the morning. അടുത്ത നോക്കാം. They write letters often. ഒന്നിലധികം വ്യക്തികളുണ്ട് അല്ലെ, ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വേർബിന്റെ പ്ലൂറൽ ഫോം വന്നു റൈറ്റ്. ദേയ്ക്ക് പകരം അവിടെ ഹി ആണ് വന്നിരുന്നെങ്കിലോ അവിടെ റൈറ്റ്സ് വന്നേനെ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദ ഡോഗ്സ് ബാർക്ക് അറ്റ് പീപ്പിൾ.
ഇവിടെ നമ്മൾ എന്തായിരുന്നു, ദ ഡോഗ് ബാർക്സ് ലൗഡ്ലി അറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ദ ഡോഗ്, ഒരു ഒറ്റ ഡോഗി ഉള്ളത് കൊണ്ട് വെർബ് എന്തായി, സിംഗുലർ ആയി, ബാർക്സ് വന്നു. ഇവിടെ ദ ഡോഗ്സ് ബാർക്ക് അറ്റ് പീപ്പിൾ, ഒന്നിലധികം ഡോഗ്സ് ആണ് അല്ലേ, സോറി, ഒന്നിലധികം ഡോഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വെർബിന്റെ പ്ലൂറൽ ഫോം ബാർക്ക് അറ്റ് പീപ്പിൾ എന്ന് വരും. വി എൻജോയ് ഹൈക്കിംഗ്, അവിടെയും വെർബ് പ്ലൂറൽ ആയതുകൊണ്ട്, സോറി, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് പ്ലൂറൽ വന്നു. ദ ഫ്ലവേഴ്സ് ബ്ലൂം ഇൻ സ്പ്രിംഗ്, ഇവിടുത്തെ വെർബ് ഏതായിരുന്നു, ബ്ലൂം. ദ ഫ്ലവേഴ്സ് പ്ലൂറൽ ഫോം ആണ്, അതുകൊണ്ട് തന്നെ ബ്ലൂം എന്തായി, പ്ലൂറൽ ഫോം ആയി. ഇനി തേർഡ് റൂള് വരുമ്പോഴത്തേക്കും കുറച്ച് എക്സെപ്ഷൻസ് വരും, നോക്കാം. ഇഫ് ടു സബ്ജക്ട്സ് ആർ കമ്പൈൻഡ് ബൈ ആൻഡ് ദ വെർബ് മസ്റ്റ് ബി പ്ലൂറൽ, രണ്ട് സബ്ജക്ട് ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സെന്റൻസില് വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും എന്ന്. പക്ഷെ ഇവിടെ രണ്ട് സബ്ജക്ട് വരികയാണ്, രണ്ട് സബ്ജക്ട് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടുത്തെ വെർബ് എന്ത് ചെയ്യും, പ്ലൂറൽ വരും. അതെങ്ങനെ പ്ലൂറൽ വരും, രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്നിലധികം ആൾക്കാർ വരികയല്ലേ, അതുകൊണ്ടാണ് വെർബ് പ്ലൂറൽ ആവുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ജോൺ ആൻഡ് എമിലി ആർ ഗോയിങ് ടു ദ പാർട്ടി. ജോൺ ആൻഡ് എമിലി, എവിടെ നിന്നാണ്, ജോണും എമിലിയും പാർട്ടിക്ക് പോവുകയാണ്, ജോണും എമിലിയും പാർട്ടിക്ക് പോവുകയാണ്, രണ്ടുപേരുണ്ടല്ലേ, അതുകൊണ്ടാണ് അവിടെ വെർബ് എന്തായി, പ്ലൂറൽ ആയി. ഈസിന് പകരം അവിടെ എന്ത് വന്നു, ആറ് വന്നു. അടുത്ത് നോക്കാം. മൈ മോം ആൻഡ് ഡാഡ് കുക്ക് ഡിന്നർ. മൈ മോം ആൻഡ് ഡാഡ്, എന്റെ അമ്മയും അച്ഛനും ഡിന്നർ കുക്ക് ചെയ്യുന്നു. അമ്മയും അച്ഛനും എന്ന് പറയുമ്പോൾ ഒരാളാണോ, അല്ല, രണ്ടുപേരാണ്, രണ്ട് വ്യക്തികളാണ്. അവിടെ രണ്ട് സബ്ജക്റ്റ് വന്നു. ഈ രണ്ട് സബ്ജക്റ്റിനെയും ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വന്നു, വെർബിന്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള കുക്ക് വന്നു. അവിടെ സിംഗുലർ ആയിരുന്നു നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ കുക്സ് വന്നേനെ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ കാറ്റ് ആൻഡ് ഡോഗ് പ്ലേ ഔട്ട്സൈഡ്. ദ കാറ്റ് ആൻഡ് ഡോഗ് പ്ലേ ഔട്ട്സൈഡ്, അവിടെയും രണ്ടുപേരുണ്ടല്ലേ, കാറ്റും ഡോഗും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വെർബ് എന്തായി, പ്ലൂറലായി. ഹി ആൻഡ് ഹിസ് സിസ്റ്റർ വാച്ച് മൂവീസ്. ഹി ആൻഡ് ഹിസ് സിസ്റ്റർ, രണ്ടുപേരുണ്ടല്ലേ, അവനും അവന്റെ പെങ്ങളും സിനിമ കാണുന്നു. അതുകൊണ്ട് തന്നെ വെർബ് പ്ലൂറലായി. ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒന്നിലധികം സബ്ജക്റ്റ് ഉണ്ടല്ലേ, ആൻഡ് ഉപയോഗിച്ച് രണ്ടുപേരെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹി ആൻഡ് ഹിസ് സിസ്റ്റർ, അവനും അവന്റെ പെങ്ങളും രണ്ടുപേരുണ്ട്. അതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആവും. വാച്ച് മൂവീസ്. ഓക്കെ, നമുക്ക് ഫോർത്ത് റൂളിലോട്ട് പോകാം. ഈ ഫോർത്ത് റൂള് പറയുന്നത് ഈ ആൻഡിന്റെ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് എന്ന് പറയാൻ പറ്റൂല, വേറൊരു റൂളാണ്, നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. വെൻ two subjects refers to the same person or a single entity, the verb is singular. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെർബ് പ്ലൂറൽ ആവും എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെയും രണ്ട് സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ ഈ രണ്ട് സബ്ജക്റ്റും ഒരു ഒറ്റ വ്യക്തിയിലും അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തന്നെയാണ് പറയുന്നതെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ജോൺ ആൻഡ് എമിലി ആർ ഗോയിങ് ടു ദ പാർട്ടി. ഇവിടെ ജോൺ ആൻഡ് എമിലി രണ്ട് വ്യക്തികളെയാണ് പറയുന്നത്. ജോണും എമിലി ഒരാളല്ലല്ലോ, ജോണും എമിലിയും രണ്ടാൾക്കാരായതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, വെർബിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിച്ചു. ഇവിടെ ഫോർത്ത് റൂളിൽ വരുമ്പോ എന്താണ്, ഈ രണ്ട് സബ്ജക്റ്റും ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്, അത് ഒന്നിനെ പറ്റിയിട്ടാണ് ഈ രണ്ട് കാര്യവും പറയുന്നതെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. മൈ ബ്രദർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ്സ് ലെറ്റേഴ്സ്. അവിടെ എന്താണ്, മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ആയിരുന്നെങ്കിൽ അവിടെ രണ്ടുപേര് വന്നേനെ, എന്റെ സഹോദരനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും. പക്ഷെ ഇവിടെ മൈ ബ്രദർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്, അവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളാണ്, എന്റെ സഹോദരനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആരാണ്, ഒരാള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെർബ് എന്ത് വന്നു, സിംഗുലർ ആയിട്ടുള്ള റൈറ്റ്സ് വന്നു. കാരണം അവിടെ എന്താണ്, വൺ പേഴ്സൺ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. മൈ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും ഒരാള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെർബിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള റൈറ്റ്സ് വന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. എ പോയറ്റ് ആൻഡ് ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. എ പോയറ്റ് ആൻഡ് ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. ഇവിടെ എന്താണ്, പോയറ്റും ക്രിറ്റിക്കും ഒരാൾ തന്നെയാണ്. ഇത് രണ്ടുപേരായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ് എന്ന് വന്നേനെ. അവിടെ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. രണ്ട് വ്യക്തികളാണെന്നെങ്കിൽ ഈ ക്രിറ്റിക്കിന് മുമ്പേ ഒരു ആർട്ടിക്കിളോ ഒരു ഡിറ്റർമിനന്റോ കാണുമായിരുന്നു. ഇവിടെ രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഇവിടെ ഒരാൾക്കേ ഉള്ളൂ. അപ്പം ഈ രണ്ട് വേർഡും ഈ രണ്ട് സബ്ജക്റ്റും എന്താണ് ഒരാളെയാണ് പറയുന്നത്. അപ്പം എ പോയറ്റ് ആൻഡ് ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ് എന്ന് പറയുമ്പോൾ പോയറ്റും ക്രിറ്റിക്കും ഞങ്ങളുടെ കോളേജ് വിസിറ്റ് ചെയ്യുകയാണ്. രണ്ടും രണ്ടുപേരെയല്ല പറയുന്നത്, ഒരാളെയാണ് പറയുന്നത്. അവിടെ ഒരൊറ്റ പേഴ്സണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേർബ് സിംഗുലർ ഉപയോഗിക്കുന്നു. ദ ആർട്ടിസ്റ്റ് ആൻഡ് പെയിന്റർ ക്രിയേറ്റ്സ് ബ്യൂട്ടിഫുൾ വർക്ക്സ്. ദ ആർട്ടിസ്റ്റ് ആൻഡ് പെയിന്റർ ക്രിയേറ്റ്സ് ബ്യൂട്ടിഫുൾ വർക്ക്സ്. ഇവിടെ ആർട്ടിസ്റ്റും പെയിന്ററും എന്താണ്? ഒരൊറ്റ വ്യക്തി തന്നെയാണ്. രണ്ട് വ്യക്തിയായിരുന്നെങ്കിൽ ദ ആർട്ടിസ്റ്റ് ആൻഡ് ദ പെയിന്റർ എന്ന് വന്നേനെ. സോ വെർബിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള ക്രിയേറ്റ്സ് വരും. ദ ഓണർ ആൻഡ് മാനേജർ റൺസ് ദ ബിസിനസ്. ദ ഓണർ ആൻഡ് മാനേജർ റൺസ് ദ ബിസിനസ്. ഓണറും മാനേജറും ആരാണ്? ഒരാൾ തന്നെയാണ്. അവിടെ ഒരൊറ്റ പേഴ്സണെ പറ്റിയേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേർബ് എന്തായി? സിംഗുലറായി റൺസ് വന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂളല്ല, ഇതിന്റെ തന്നെ വേറൊരു ഫോം നോക്കാം. When the articles or possessive pronouns are repeated before two nouns connected by and, the verb should be plural. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് ലെറ്റേഴ്സ്. അങ്ങനെയായിരുന്നു ആദ്യത്തെ സെന്റൻസ് എങ്കിൽ ഈ മൈ ബ്രദർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ്സ് ലെറ്റേഴ്സിന് പകരം മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ്സ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ വന്നേനെ. അപ്പോൾ അവിടെ എന്താവും? റൈറ്റ്സ് വരില്ല, റൈറ്റ് വരും. കാരണം എന്താണ്? അവിടെ രണ്ട് വ്യക്തികളുണ്ട്. രണ്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? വെർബ് പ്ലൂറൽ ആവും നമ്മൾ പറഞ്ഞില്ലേ. സോ മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട്, മൈ ബ്രദർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ അവിടുത്തെ വെർബ് പ്ലൂറൽ ആവും, റൈറ്റ് എന്ന് വരും. ഓക്കെ, അടുത്ത് നോക്കാം. എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക്. അവിടെ ഒരു പോയറ്റും ഉണ്ട്, ഒരു ക്രിറ്റിക്കും ഉണ്ട്. പോയറ്റും ക്രിറ്റിക്കും ഞങ്ങളുടെ കോളേജ് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്താണ്? രണ്ടുപേരായതുകൊണ്ട്, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ ആവും. എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക് ഈസ് വിസിറ്റിംഗ് അവർ കോളേജ്. ഓക്കെ, അവിടെ ടു പേഴ്സൺ ആണ്. സോറി, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക് ആർ വിസിറ്റിംഗ് അവർ കോളേജ് ആണ്. ഈസ് വരില്ല, ആർ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അവിടെ ഈസ് വരില്ല, ആറാണ് വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ആറ് വരുന്നത്? എ പോയറ്റ് ആൻഡ് എ ക്രിറ്റിക്, രണ്ട് പേരുണ്ടല്ലേ, രണ്ട് വ്യക്തികളാണ് അവിടെ വരുന്നത്. സോ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈസ് അല്ല, ആറാണ്. ആർ വിസിറ്റിംഗ് അവർ കോളേജ്. ഓക്കെ, നമുക്ക് അടുത്ത റൂളിലോട്ട് പോകാം. അടുത്ത റൂൾ നമ്പർ 5 നോക്കാം. When two nouns are connected by and stands for one idea, the verb must be singular. രണ്ട് നൗൺസിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യവും ഒരു ഐഡിയയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ വേർബ് സിംഗുലർ ആയിരിക്കും. ഈ ഒരു റൂൾ ജനറലി എന്താണ്? നമ്മളുടെ ഫ്രേസസ്, പ്രോവേർബ്സ് അതുപോലുള്ള ഇതിനാണ് ബാധകമാകുന്നത്. അതായത് ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ, അതൊരിക്കലും നമ്മൾ ബ്രെഡ് ബട്ടർ എന്ന് സെപ്പറേറ്റ് പറയില്ല. ബ്രെഡ് കോമ ബട്ടർ എന്ന് പറയില്ല, എഴുതില്ല. ബ്രെഡ് ആൻഡ് ബട്ടറിനെ നമ്മൾ എഴുതുള്ളൂ. അപ്പം അതെന്താണ്? രണ്ടൊരു ഫുഡ് ഐറ്റം, ഒരു സിംഗിൾ ഐഡിയയാണ്, ഒരു വേർഡാണ്. അത് കോമൺ പൊതുവെ അങ്ങനെ പറയുക. നമ്മൾ പൊതുവെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയും. അതുപോലെ നോക്കൂ, പെൻ ആൻഡ് ഇങ്ക്, ലോ ആൻഡ് ഓർഡർ, ഇതൊക്കെ അങ്ങനെ പേരായിട്ട് വരുന്ന ഒരു ഫ്രേസസ് ആണ്. അപ്പൊ സെയിം ഐഡിയയാണ് അത് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിംഗിൾ ആയിട്ട് കാണും. ആ ഒരു സബ്ജക്റ്റിനെ സിംഗിൾ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അവിടെ. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് നമ്മൾ ഒരിക്കലും ബ്രെഡ് ബട്ടർ എന്ന് നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ചെയ്ത് പറയാറില്ല, ഒരു കോമ ഉപയോഗിച്ച് പറയാറില്ല. ബ്രെഡ് ആൻഡ് ബട്ടർ എന്നേ പറയാറുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്താണ്? ഒരു ഐഡിയ ആയിട്ട് കണക്കാക്കിയിട്ട് അതെന്ത് ചെയ്യും? സിംഗുലർ ആയിട്ട് കണക്കാക്കും. സോ അവിടുത്തെ വേർബ് എന്താവും? സിംഗുലർ ആയിരിക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ വാസ് സർവ്ഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ വാസ് വന്നു അല്ലേ. കാരണം അതിനെ സിംഗിൾ ആയിട്ട് കണ്ടിട്ട് നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിച്ചു. അടുത്ത് നോക്കാം. പെൻ ആൻഡ് ഇങ്ക് ഈസ് വാട്ട് ഐ വാണ്ട് നൗ. പെൻ ആൻഡ് ഇങ്ക്, അവിടെയും പെന്നും ഇങ്കും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐഡിയ, നമ്മൾ എഴുതാനാണ് പെന്നും ഇങ്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ ആക്കി എടുത്തിട്ട് എന്ത് ചെയ്തു? വെർബ് സിംഗുലർ കൊടുത്തു, ഈസ് വന്നു. അടുത്ത് നോക്കാം. ലോ ആൻഡ് ഓർഡർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ അതോറിറ്റീസ്. ലോ ആൻഡ് ഓർഡർ ഇപ്പൊ നമ്മൾ ഒന്നിച്ചല്ലേ പറയുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും ലോ കോമ ഓർഡർ എന്ന് പറയാറില്ല. ലോ ആൻഡ് ഓർഡർ ഒരു ഐഡിയയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അവിടെ എന്താണ്? അവിടെയും വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ലോ ആൻഡ് ഓർഡർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദി അതോറിറ്റീസ്. അടുത്ത, പീസ് ആൻഡ് ഹാർമണി ഈസ് എസെൻഷ്യൽ ഫോർ എ ഹാപ്പി ലൈഫ്. പീസ് ആൻഡ് ഹാർമണി ഈസ് എസെൻഷ്യൽ ഫോർ എ ഹാപ്പി ലൈഫ്. ഇതാണ്
പീസ് ആൻഡ് ഹാർമണി അതും സെയിം ഐഡിയ അല്ലേ, പീസും ഹാർമണിയും സെയിം ഐഡിയ ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗുലർ വെർബ് കൊടുക്കുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ഓൾവേസ് ഓൺ ദ ടേബിൾ. സോൾട്ട് ആൻഡ് പെപ്പർ അത് നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്ത് പറയുന്ന ഒരു വേർഡ്സ് ആണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, അങ്ങനെ ഒരു ഫ്രേസസ് കോമൺ ആയിട്ട് ഇതുപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ, പെൻ ആൻഡ് ഇങ്ക്, ലോ ആൻഡ് ഓർഡർ, പീസ് ആൻഡ് ഹാർമണി, സോൾട്ട് ആൻഡ് പെപ്പർ, ഈ പ്രോവേർബ്സ്, ഫ്രേസസ് പോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു എക്സെപ്ഷൻ വരുന്നത്. അവിടെ നമ്മൾ അതിനെ സിംഗിൾ ഐഡിയ ആയിട്ട് ഒരു ഐഡിയ ആയിട്ട് കണ്ടിട്ട് വേർബ് എന്ത് ചെയ്യുന്നു, സിംഗുലർ വേർബ് കൊടുക്കും. അപ്പൊ എന്ത് വന്നു, ഇവിടെ നോക്കൂ, ബ്രെഡ് ആൻഡ് ബട്ടർ വാസ് സർവ്ഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, പെൻ ആൻഡ് ഇങ്ക് ഈസ് വാട്ട് ഐ വാണ്ട് നൗ, ലോ ആൻഡ് ഓർഡർ ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ അതോറിറ്റീസ്, പീസ് ആൻഡ് ഹാർമണി ഈസ് എസെൻഷ്യൽ ഫോർ എ ഹാപ്പി ലൈഫ്, സോൾട്ട് ആൻഡ് പെപ്പർ ഈസ് ഓൾവേസ് ഓൺ ദ ടേബിൾ. ഇവിടെ എല്ലാം നമ്മൾ എന്താണ്, വെർബ് സിംഗുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം സബ്ജക്റ്റിനെ നമ്മൾ ഒരു ഒറ്റ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, സെയിം ആശയമായതുകൊണ്ട്, സെയിം ഐഡിയ ആയതുകൊണ്ട് അതിനെ ഒരു ഒറ്റ എലമെന്റ് ആയിട്ടാണ് കണ്ട് വെർബ് അതനുസരിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റൂളിലോട്ട് പോവാം. അടുത്ത 6ാമത്തെ റൂളാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള. എന്താണ് ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ, സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു എമൗണ്ടിനെയോ ഒരു വ്യക്തിനെയോ ഒരു അളവിനെയോ ഒരു വസ്തുവിനെയോ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഇത്ര പേര്, ഇന്നയാള്, ഇന്നത്, ഇന്ന സാധനം എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ജസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്നുമില്ലായ്മ, നത്തിങ്, എവ്രിതിങ്, അങ്ങനെയൊക്കെ പറയുമല്ലോ, അതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അവൻ അല്ലെങ്കിൽ അവൾ, അവർ, അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒന്നും പർട്ടിക്കുലർലി ആരെയും എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന പ്രോനൗൺസിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോബഡി, സംബഡി, എവ്രിബഡി, എനിബഡി, നോ വൺ, സംവൺ, എവ്രി വൺ, എനിവൺ, നത്തിങ്, സംതിങ്, എവറിത്തിങ്, എനിത്തിങ്. ഇതൊക്കെയാണ് എന്ത്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് ഒരു സെന്റൻസിൽ വരുന്നതെങ്കിൽ നമ്മൾ ഏത് വെർബായിരിക്കും ഉപയോഗിക്കുന്നത്, സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് അവിടെ എത്ര പേരാണ് നമുക്ക് കറക്റ്റ് അറിയില്ല, ആ ഒരു എണ്ണം നമുക്കറിയില്ല, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും വേർഡ്സ് വരുമ്പോൾ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള നോബഡി, സംബഡി, എവ്രിബഡി, എനിബഡി, നോ വൺ, സംവൺ, എവ്രി വൺ, എനിവൺ, നത്തിങ്, സംതിങ്, എവറിത്തിങ്, എനിത്തിങ്, ഈ ഇത്രയും ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വരുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നോബഡി ഈസ് ഹിയർ, ഇവിടെ ആരുമില്ല എന്നാണല്ലേ അതിനർത്ഥം. നോബഡി ഈസ് ഹിയർ. അപ്പം അവിടെ എന്താണ്, നോബഡി എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വെർബ് സിംഗുലർ കൊടുത്തു, ഈസ് ഹിയർ. വെർബ്, ഇവിടത്തെ വെർബ് ഏതാണ്, ഈസ്. ഓക്കെ, സംതിങ് ഈസ് റോങ്. സംതിങ്, എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ എന്താണ് റോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സംതിങ് ഈസ് റോങ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, ഒന്നും പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് എന്താണ് അവിടെ റോങ് എന്ന് പറയുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സിംഗുലർ വെർബ് കൊടുത്തു, സംതിങ് ഈസ് റോങ്. എവ്രിബഡി ലവ്സ് മ്യൂസിക്, എല്ലാവർക്കും എന്താണ്, മ്യൂസിക് ഇഷ്ടമാണ്. എവ്രിബഡി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗുലർ വെർബ് ആയിട്ടുള്ള ലവ്സ് കൊടുത്തു. നത്തിങ് മാറ്റേഴ്സ്, നത്തിങ് വന്നതുകൊണ്ട് വെർബ് എന്ത് ചെയ്യുന്നു, സിംഗുലർ വെർബ്, മാറ്റേഴ്സ്. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ്, നോ വൺ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്, അതുകൊണ്ട് തന്നെ വെർബിന്റെ സിംഗുലർ ഫോം അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണ്, നോബഡി, സംബഡി, എവ്രിബഡി, എനിബഡി, നോ വൺ, സംവൺ, എവ്രി വൺ, എനിവൺ, നത്തിങ്, സംതിങ്, എവറിത്തിങ്, എനിത്തിങ്. ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഓക്കെ, ഇപ്പൊ ഈ ഇത്രയും ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിംഗുലർ വെർബ്സേ യൂസ് ചെയ്യുള്ളൂ. ഇതിങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്, അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ ഒരു പർട്ടിക്കുലർ വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിനെയോ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര പേർ, ഇത്ര ആൾക്കാർ എന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വരുമ്പോഴത്തേക്കും എന്ത് ഉപയോഗിക്കണം, സിംഗുലർ വെർബ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഒന്നും കൂടെ നോക്കാം. നോബഡി, സംബഡി, എവ്രിബഡി, എനിബഡി, നോ വൺ, സംവൺ, എവ്രി വൺ, എനിവൺ, നത്തിങ്, സംതിങ്, എവറിത്തിങ്, എനിത്തിങ്. ഓക്കെ, അടുത്ത റൂളിലോട്ട് പോവാം. അടുത്ത റൂൾ നമ്പർ 7. When two nouns are connected by, as well as, along with, together with, in addition to, accompanied by, as much as, rather than, in the company of,
excluding, including, like, unlike, besides, except, but, and not, with, more than. The verb must agree with the first person. അതായത് രണ്ട് നൗൺസിനെ ഈ ഫോളോയിങ് വേർഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് ഡിഫറെന്റ് സബ്ജക്റ്റിനെ ഈ ഒരു ഫോളോയിങ് വേർഡ്സ് വെച്ചിട്ട്, അതായത് ഈ as long as, along with, together with, in addition to, accompanied by, as much as, rather than, in the company of, excluding, including, like, unlike, besides, except, but, and not, with, more than. ഇത്രയും ടേംസ് ഉപയോഗിച്ച് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരുമല്ലേ? ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള വേർബ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ. ഈ വേർഡ്സ് ഇത്രയും നമ്മൾ കാണാതെ പഠിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് ആണ്. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ഇത് എന്താണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം രണ്ട് നൗൺസിനെ ഈ ടേംസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വേർബ് എന്ത് ചെയ്യണം? ഫസ്റ്റ് പേഴ്സൺ ആരാണോ ഫസ്റ്റ് പേഴ്സന്റെ അക്കോർഡിംഗ് ആയിരിക്കണം നമ്മൾ വേർബ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ് ആ ടേംസ് ഏതൊക്കെയാണ്? ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, in addition to, accompanied by, as much as, rather than, in the company of, excluding, including, like, unlike, besides, except, but, and not, with, more than. ഈ ഇത്രയും ടേംസിനെ ഉപയോഗിച്ച് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ വേർബ് എന്തായിരിക്കണം? ഫസ്റ്റ് പേഴ്സൺ അക്കോർഡിംഗ് ആയിരിക്കണം വേർബ് നമ്മൾ ചൂസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ കുറച്ച് കൂടുതൽ മനസ്സിലാവും. The teacher as well as the students attends the meeting. Teacher as well as the students attends the meeting. ടീച്ചറും കുട്ടികളും എന്ത് ചെയ്യുന്നു? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ടീച്ചർ മാത്രമാണ് അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? അല്ല. The teacher as well as the students, രണ്ട് പേരുണ്ടല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഏത് വേർഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? as well as ഉപയോഗിച്ചാണ് ഈ രണ്ട് നൗൺസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളിപ്പോ റൂള് പഠിച്ചത്? as well as ഉപയോഗിച്ച് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് നൗൺ ഏതാണോ അതനുസരിച്ചിട്ടുള്ള വേർബ് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നൗൺ ഏതാണ്? ദ ടീച്ചർ. ദ ടീച്ചർ ആണ് നമ്മുടെ ഫസ്റ്റ് നൗൺ അല്ലേ? ഫസ്റ്റ് നൗൺ ദ ടീച്ചർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണല്ലേ? പക്ഷെ നമ്മൾ സെക്കൻഡ് നൗൺ എന്താണ്? പ്ലൂറൽ ആണ്. പക്ഷെ ഇവിടെ as well as വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നൗണിന്റെ അക്കോർഡിംഗ് ആയിരിക്കണം വേർബ് കൊടുക്കേണ്ടത്. ഇവിടെ ദ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് എന്തായി? അറ്റൻസ് സിംഗുലർ വന്നു അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് നൗൺ സിംഗുലർ നൗൺ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആയി അറ്റൻസ് വന്നു. ഇനി ഇവിടെ തിരിച്ചായിരുന്നു വന്നെങ്കിലോ? ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നായനെ അല്ലേ? കാരണം എന്താണ്? ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആയപ്പോ നമ്മൾ എന്ത് ചെയ്യും? വേർബ് പ്ലൂറൽ ഉപയോഗിക്കും, അറ്റൻഡ് ഉപയോഗിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. The students rather than the bus conductor were responsible for the trouble. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ഏതാ? ആരാ? ദി സ്റ്റുഡൻസ് അല്ലേ? കുട്ടികളും. ഇവിടെ പക്ഷെ ആര് വന്നു? റാദർ ദാൻ വന്നു. ഇവിടെ റാദർ ദാൻ വന്നു. നമ്മൾ നേരത്തെ എക്സാമ്പിളില് പറഞ്ഞിട്ടുണ്ടോ? റാദർ ദാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. റാദർ ദാൻ വന്നതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ നോക്കുക. ഫസ്റ്റ് പേഴ്സൺ ദ സ്റ്റുഡൻസ് ആണ്. സെക്കൻഡ് പേഴ്സൺ ആരാ? ദ ബസ് കണ്ടക്ടേഴ്സ് ആണ്. സോറി, ദ ബസ് കണ്ടക്ടർ ആണ് നമ്മളുടെ സെക്കൻഡ് പേഴ്സൺ. റാദർ ദാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് നൗണിനെ, ദ സ്റ്റുഡൻസിനെ ദ ബസ് കണ്ടക്ടറെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ വേർബ് സിംഗുലർ കൊടുക്കും. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ കൊടുക്കും. ഇവിടെ ദ സ്റ്റുഡൻസ് ആണല്ലേ? സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം ആണ്. സോ വേർബ് എന്ത് വന്നു? വേറെ വന്നു. ഓക്കെ, ഇനി തിരിച്ചായിരുന്നെങ്കിലോ? ദ ബസ് കണ്ടക്ടർ റാദർ ദാൻ ദ സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? വാസ് വന്നേനെ. ഇവിടെ എന്തുകൊണ്ട് വാസ് വരും? ഫസ്റ്റ് ആര് വരുമായിരിക്കും? ബസ് കണ്ടക്ടർ ആണല്ലേ? ബസ് കണ്ടക്ടർ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ വാസ് വന്നേനെ. ഇപ്പൊ ഇവിടെ സ്റ്റുഡൻസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? വേറെ ഉപയോഗിച്ചു. അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ മാനേജർ ടുഗദർ വിത്ത് ദ ടീം മാനേജസ് ദ പ്രോജക്ട്. ദ മാനേജർ ടുഗദർ വിത്ത് ദ ടീം അല്ലെ? ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ദ മാനേജർ. ഇവിടെ ആര് വന്നു? ടുഗദർ വിത്ത് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുപയോഗിക്കും? ദ മാനേജർ എന്താണ്? സിംഗുലർ ആണ്. സോ വേർബ് എന്താണ്?
സിംഗുലർ ഫോം ആവും അല്ലെ, മാനേജസ് എന്ന് വരും. ഇവിടെ തിരിച്ചായിരുന്നെങ്കിലോ, ദ ടീം ടുഗദർ വിത്ത് ദ മാനേജർ എന്നായിരുന്നെങ്കിൽ ഇവിടെ മാനേജ് എന്ന് വന്നേനെ, മാനേജേഴ്സ് വരില്ലായിരുന്നു. ഇവിടെ അത് മാനേജർ ആണ്, സിംഗുലർ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർബ് സിംഗുലർ ഉപയോഗിക്കുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ പ്രൊഫസർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡിസ്കഷൻ. ദ പ്രൊഫസർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. ഇവിടെ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്, ആസ് വെൽ ആസ് ഉപയോഗിച്ചാണ് ഈ രണ്ട് നൗണിനെയും, ദ പ്രൊഫസറിനെയും സ്റ്റുഡൻസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെ നോക്കും, നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ നോക്കും. ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ ആരാണ്, ദ പ്രൊഫസർ ആണ് അല്ലെ. പ്രൊഫസർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ ഇവിടുത്തെ വേർബ് എന്തായിരിക്കും, സിംഗുലർ വരും. ദ പ്രൊഫസർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്, ഇവിടുത്തെ വേർബ് ആരാണ്, പാർട്ടിസിപ്പേറ്റ്സ് ആണ് അല്ലെ. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വന്നു, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വേർബും സിംഗുലർ വന്നു, പാർട്ടിസിപ്പേറ്റ്സ് വന്നു. അടുത്ത നോക്കാം. ദ ലീഡർ ടുഗദർ വിത്ത് ദ ടീം അച്ചീവ്സ് ദ ഗോൾ. ദ ലീഡർ ടുഗദർ വിത്ത് ദ ടീം അച്ചീവ്സ് ദ ഗോൾ. ഇവിടെ എന്ത് വന്നു, ടുഗദർ വിത്ത് ഉപയോഗിച്ചു അല്ലെ. ടുഗദർ വിത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ലീഡറിനെയും ടീമിനെയും രണ്ട് നൗണിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ ഇവിടെ എന്ത് വരും, വേർബിന്റെ സിംഗുലർ ഫോം വരും, കാരണം ഇത് ലീഡർ ഒരൊറ്റ ഒരാളല്ലേ ഉള്ളൂ. സോ ദ ലീഡർ ടുഗദർ വിത്ത് ദ ടീം അച്ചീവ്സ് ദ ഗോൾ. വെർബ് എന്തായി, പ്ലൂറൽ വന്നു, സിംഗുലർ വന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് റൂളിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് 8th റൂൾ എന്താണെന്ന് നോക്കാം. ഇഫ് ടു സെന്റൻസസ് ആർ ജോയിൻഡ് ബൈ യൂസിങ് ഓർ, നോർ, ഐദർ ഓർ, neither nor, not only but also, then the verb agrees with the second subject. നേരത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്, as well as, along with, together with, in addition to, accompanied by, as much as, rather than, in the company of, excluding, including, like, unlike, besides, except, but, and not, with, more than. ഈ ടേംസ് ഉപയോഗിച്ചാണ് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് പേഴ്സൺ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർബ് ഫോം കൊടുക്കുക. പക്ഷെ ഇവിടെ റൂൾ 8 വരുമ്പോഴത്തേക്കും അവിടുത്തെ ടേംസ് എന്തൊക്കെയാണ്, ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ ടേംസ് ഉപയോഗിച്ചാണ് രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ആർക്ക് പ്രിഫറൻസ് കൊടുക്കണം, സെക്കൻഡ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുകയാണ്. ഓക്കെ, മറ്റേടത്ത് നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്നു. ഇവിടെ ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഈ ടേംസ് ഉപയോഗിച്ചാണ് രണ്ട് സെന്റൻസിനെ അല്ലെങ്കിൽ രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രിഫറൻസ് സെക്കൻഡ് സബ്ജക്റ്റിന് കൊടുക്കുക. എക്സാമ്പിൾസ് നോക്കാം. ഐദർ മൈ ബ്രദർ ഓർ മൈ സിസ്റ്റർ ഈസ് ഗോയിങ് ടു ദ പാർട്ടി. എന്താണ്, ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ടല്ലേ. രണ്ട് സബ്ജക്ട്സ് ആരൊക്കെയാണ്, മൈ ബ്രദേഴ്സ് ഓർ മൈ സിസ്റ്റേഴ്സ്. എന്റെ സഹോദരനും എന്റെ സഹോദരൻ, ഒന്നുകിൽ എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ സഹോദരി എന്താണ്, പാർട്ടിക്ക് പോവുകയാണ്. അപ്പം ഇവിടുത്തെ രണ്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള മൈ ബ്രദേഴ്സും മൈ സിസ്റ്ററും ഇവര് രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്ന ആരുപയോഗിച്ചിട്ടാണ്, ഐദർ ഓർ വെച്ചിട്ടാണ് അല്ലെ. ഐദർ ഓർ വെച്ചിട്ടാണ് ഈ രണ്ട് സബ്ജക്റ്റിനെ, മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റർ, ഇവർ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്നത് ആരുപയോഗിച്ചിട്ടാണ്, ഐദർ ഓർ വെച്ചിട്ടാണ്. അപ്പൊ ഐദർ ഓർ വെച്ചിട്ട് രണ്ട് ടേംസിനെ അല്ലെങ്കിൽ നൗൺസിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രിഫറൻസ് ആർക്ക് കൊടുക്കും, സെക്കൻഡ് സബ്ജക്റ്റിന് കൊടുക്കും. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്, മൈ സിസ്റ്റർ. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് മൈ സിസ്റ്റർ ആണല്ലേ. അപ്പം മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ സിംഗുലർ ഫോം ഓഫ് ദ വെർബ് ഈസ് കൊടുക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. നൈദർ ദ മാനേജർ നോ ദ ബോർഡ് മെമ്പേഴ്സ് ആർ അവൈലബിൾ. ഇവിടെ എന്താണ്, ദ മാനേജറെയും ബോർഡ് മെമ്പേഴ്സിനെയും എന്തുപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, നൈദർ നോർ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം, നൈദർ നോർ വരികയാണെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് കൊടുക്കണം. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ആരാണ്, ബോർഡ് മെമ്പേഴ്സ് ആണല്ലേ സെക്കൻഡ് സബ്ജക്റ്റ്. ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം ആണ്. സോ ഇവിടുത്തെ വേർബ് എന്താണ്, ആറ് വന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. നോട്ട് ഓൺലി ദ എംപ്ലോയീസ് ബട്ട് ഓൾസോ ദ മാനേജ്മെന്റ് ടീം വിൽ റിസീവ് ബോണസസ്. ഇവിടെ എന്താണ്, എംപ്ലോയീസിനെയും മാനേജ്മെന്റ് ടീമിനെയും നോട്ട് ഓൺലി ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോട്ട് ഓൺലി വരുമ്പോ ആരെ പ്രിഫറൻസ് കൊടുക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് പേഴ്സൺ ആരാ ഇവിടെ, ദ മാനേജ്മെന്റ് ടീം ആണല്ലേ. സെക്കൻഡ് പേഴ്സൺ അല്ല, സെക്കൻഡ് സബ്ജക്ട്. ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ടീമാണ്. മാനേജ്മെന്റ് ടീം എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം അല്ലേ, ടീമാണ്, ഒരാളല്ല.
മാനേജർ ആയിരുന്നെങ്കിൽ അവിടെ സിംഗുലർ വെർബ് വന്നേനെ. ഇവിടെ മാനേജ്മെന്റ് ടീം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നിലധികം ആൾക്കാരുണ്ട്. ടീം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാർ വരുമല്ലോ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? വെർബിന്റെ പ്ലൂറൽ ഫോം വരും. റിസീവ്. ബോണസസ് റിസീവ് എന്ന് വരും. ഇവിടെ ഒരുപക്ഷെ നോട്ട് ഓൺലി ദ എംപ്ലോയീസ് ബട്ട് ഓൾസോ ദ മാനേജർ വിൽ എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? റിസീവ്സ് വന്നേനെ. കാരണം മാനേജർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷെ ഇവിടെ മാനേജ്മെന്റ് ടീമാണ്. സോ നോട്ട് ഓൺലി വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സെക്കൻഡ് സബ്ജക്ട് നോക്കുക. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് റിസീവ് കൊടുക്കുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ്. ഓർ ഉപയോഗിച്ചിട്ടാണ് ടീച്ചറിനെയും സ്റ്റുഡൻസിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു സെക്കൻഡ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സെക്കൻഡ് സബ്ജക്ട് ദി സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. പ്ലൂറൽ ഫോം എന്ന് പറയുമ്പോൾ വെർബും പ്ലൂറൽ ആവുന്നു. സോ ഇവിടെ ആറ് വന്നു. ഇവിടെ അതേസമയം ദി സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? ഈസ് വന്നേനെ. കാരണം സെക്കൻഡ് സബ്ജക്ട് അവിടെ ടീച്ചർ ആയി. ഇവിടെ പ്ലൂറൽ ഫോം ആണ് വന്നത്. കാരണം എന്താണ്? സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡന്റ് ആയിരുന്നെങ്കിലും ഇവിടെ എന്ത് വന്നേനെ? ഈസ് വന്നേനെ. പക്ഷെ ഇവിടെ സ്റ്റുഡൻസ് ആണ്. സോ പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആറ് വന്നു. ഓക്കെ. ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ് ഇൻ ദെയർ പ്രോജക്ട്സ്. ടീച്ചറും കുട്ടികളും എന്ത് ചെയ്യുന്നു? അവരുടെ പ്രോജക്റ്റ്. ടീച്ചറോ കുട്ടികളോ ആയിരിക്കും അവരുടെ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എട്ടാമത്തെ റൂൾ എന്താണ്? ഇഫ് ടു സെന്റൻസസ് ആർ ജോയിൻഡ് ബൈ യൂസിങ് ഓർ, നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, then the verb agrees with the second subject. സെക്കൻഡ് സബ്ജക്റ്റ് തന്നെയാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. അതാണ് നമ്മളുടെ റൂൾ 8 പറയുന്നത്. ഈ റൂൾ 8ഉം റൂൾ 7ഉം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ആ വേർഡ്സ് നോക്കി വെച്ചിരുന്നാൽ മതി. ആസ് വെൽ ആസ് along with, accompanied by, in addition to, together with, as much as, rather than, in the company of, excluding, including, like, unlike, besides, except, but, and not, with, more than. ഇത് വരികയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നോക്കിയിട്ട് വെർബ് കൊടുക്കുക. അതേസമയം ഐദർ ഓർ, നൈദർ നോർ, ഓർ, നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഈ ടേംസ് ഉപയോഗിച്ചാണ് രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്ത് വെർബ് അക്കോർഡിംഗ്ലി കൊടുക്കുക. ഓക്കെ. അതാണ് നമ്മുടെ റൂൾ 8 പറയുന്നത്. കോൺകോഡിന്റെ 8 റൂൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇനിയും കുറച്ചധികം റൂൾസും കാര്യങ്ങളും കോൺകോഡിലുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ.